എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ എ.കെ. പുതുശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. കൊച്ചിയുടെ സ്വന്തം എഴുത്തുകാരനായി അറിയപ്പെട്ടിരുന്ന എ.കെ. പുതുശ്ശേരി ചെറുകഥ, നോവൽ, നാടകം ഉൾപ്പെടെ വിവിധ സാഹിത്യശാഖകളിലായി 94 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെപ്പറ്റി അഭിലാഷ് ഫ്രേസർ എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: 1980കളുടെ തുടക്കമാണ് കാലം. ഒരു സംഗീതാൽബം എന്ന ആശയവുമായി ഹസൻകുട്ടി എന്ന സുഹൃത്ത് പ്രശസ്ത സാഹിത്യകാരനായ എ.കെ. പുതുശ്ശേരിയെ സമീപിച്ചു. 10 ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് ആവശ്യം. സംഗീതം ബേണി ഇഗ്നേഷ്യസ് സഹോദരന്മാർ. സംഗീതത്തിനനുസരിച്ച് വരികൾ ചിട്ടപ്പെടുത്തണം എന്നാണ് പദ്ധതി. ആദ്യത്തെ 8 പാട്ടുകൾ എഴുതി തീർത്തു. ഇനി 2 പാട്ടുകൾ കൂടി വേണം. എഴുതാനിരുന്നിട്ട് ശരിയാകുന്നുമില്ല. എഴുതിയതൊട്ട് തൃപ്തി വരുന്നുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ജോലി സംബന്ധമായി കോഴിക്കോട്ടേക്കൊരു യാത്ര അനിവാര്യമായി വന്നത്. കോഴിക്കോട്ട് വ്യവഹാരമെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായി. വേണമെങ്കിൽ വിശ്രമിച്ചിട്ട് പിറ്റേന്ന് പോകാം. പക്ഷേ പുതുശ്ശേരി മാഷിന് അത് ശീലമില്ല. നാട്ടിൽ എറണാകുളത്ത് ഭാര്യയും 4 കുഞ്ഞുങ്ങളും തനിച്ചാണ്. മടങ്ങിപ്പോയേ പറ്റൂ, അതും എത്രയും വേഗം. നേരിട്ട് ബസ് കിട്ടിയില്ല. അതുകൊണ്ട് തൃശ്ശൂർ വരെയുള്ള ഒരു ബസ്സിൽ കയറി. അവിടെ നിന്ന് മറ്റൊരു ബസ്സിൽ പോകാം എന്ന കണക്ക് കൂട്ടലിൽ തൃശ്ശൂർ എത്തിയപ്പോൾ സമയം പാതിരാത്രി. ഇറങ്ങുമ്പോൾ ഒരു ബസ് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. നല്ല തിരക്ക്. ശ്വാസം പിടിച്ചോടി ഒരു വിധത്തിൽ ബസ്സിൻ്റെ ചവിട്ടുപടിയിൽ കയറിയത് ഓർമ്മയുണ്ട്. ചക്ര തള്ളി പുറത്തേക്കിട്ടു. കൂടെ ശകാരവർഷവും. മാഷ് തെറിച്ച് റോഡിൽ വീണു. കൈമുട്ടുകളും കാലുകളും മുറിഞ്ഞു. വേദനയും നീറ്റലും അപമാനവും നിരാശയും. മുറുമുറുപ്പുകളോടെ മാഷ് ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്തെടുത്തു. ചെയ്ത അനീതിക്കെതിരെ ഡിപ്പോയിൽ ഒരു പരാതി കൊടുക്കണം എന്നതായിരുന്നു ലക്ഷ്യം. 1.5 മണിക്കൂർ കാത്തു നിൽക്കേണ്ടി വന്നു അടുത്ത ബസ് വരാൻ. അതിൽ കയറി നാട്ടിലേക്ക് യാത്രയായി. അല്പമൊന്ന് മയങ്ങിപ്പോയ മാഷുണർന്നത് ഒരു കോലാഹലം കേട്ടാണ്. സ്ഥലം അങ്കമാലി എത്തിയിരിക്കുന്നു. അവിടെ ഒരു ബസ് ഒരു ലോറിയുമായി കൂട്ടിയിടിച്ച് കിടക്കുന്നു. യാത്രക്കാർ രക്തത്തിൽ കുഴിച്ച് വഴിയിലാകെ ചിതറിക്കിടക്കുന്നു. ആരൊക്കെയോ ചേർന്ന് അവരെ വാഹനങ്ങളിലും ആംബുലൻസുകളിലും കയറ്റുന്നു. ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ബസ്സിൻ്റെ നമ്പർ നോക്കിയപ്പോൾ മാഷ് ഞെട്ടിപ്പോയി. താൻ കയറാൻ ശ്രമിക്കുകയും പുറന്തള്ളപ്പെടുകയും ചെയ്ത അതേ ബസ്. മാഷ വഴിയിലിറങ്ങി നിന്ന് ആ രാത്രി പൊട്ടിക്കരഞ്ഞുപോയി. ആരാണ് ആ ബസ്സിൽ നിന്നും എന്നെ തള്ളിയിട്ടത്? അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ പുതുശ്ശേരി മാഷെ കുറിച്ച പാട്ടാണ് ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്നീശോയെ എന്ന പാട്ട്. ആത്മാവിനെ ആഴത്തിൽ തൊടുന്ന ഈ ഗാനം ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി അൾത്താര എന്ന ആൽബത്തിൽ ഉൾപ്പെടുത്തി. പോപ്പുലർ മിഷൻകാർ ഈ ഗാനം ഏറ്റെടുക്കുകയും ജനങ്ങൾക്കിടയിൽ വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ഗാനം ഇന്നും ജീവിക്കുന്നു. അവിസ്മരണീയമായ ഒരനുഭവമായി. ശ്രീ എം.കെ. പുതുശ്ശേരിയുടെ ഭൗതിക ശരീരം എറണാകുളം വി.പി. ആൻ്റണി റോഡിലെ സ്വവസതിയിലും തിങ്കളാഴ്ച 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ എറണാകുളം ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. തിങ്കളാഴ്ച വൈകുന്നേരം 3-ന് ചിറ്റൂർ റോഡിലെ സെൻറ് മേരീസ് ബസിലിക്ക സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും.